ചൂടേറിയ വിഷയങ്ങൾ തണുപ്പേറിക്കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് എന്നൊരു പേര് പൊതുവെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിഷയം ഞാനിപ്പോൾ റിയാക്ട് ചെയ്യാൻ വന്ന ഈ പെർട്ടിക്കുലർ വിഷയം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് ഹെൽത്ത് വൈസ് വീക്കായതുകൊണ്ട് റെസ്റ്റിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ കുറേ ക്ലിപ്പിങ്സുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട സമയത്ത് എനിക്കെന്തോ ലൈക്ക് സംസാരിക്കണം തോന്നി. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ടോപ്പിക്കിൽ അങ്ങനെ പോവല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ ട്രാൻസ്ജെൻഡേഴ്സ് എന്താണ്, ഇവരുടെ കമ്മ്യൂണിറ്റി എന്താണ്, ലെസ്ബിയൻസ് എന്താണ്, ഗെയ്സ് എന്താണെന്നൊന്നും തീരെ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ഡിഗ്രി 3rd ഇയറിലെ അവസാനത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ തിരുവനന്തപുരം ഡെയിൽ വ്യൂവിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഡെയിൽ വ്യൂവിൽ 1 മാസം നിന്നതിൽ കൂടെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സും പാൻസെക്ഷലും അസെക്ഷലും ലെസ്ബിയൻസും ഗെയ്സുമായ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടി സംസാരിച്ചു. അതിലൊരുപാട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ കണ്ട സമയത്താണ് ഇവരെന്താണ്, ഇവരെങ്ങനെയായി, എന്താണ് ഇവരുടെ ജോലി, എവിടെയാണ് ഇവർ താമസിക്കുന്നത് എന്ന് കുറേ കാര്യങ്ങൾ അറിഞ്ഞത്. എനിക്കൊരു ഡേ വിത്ത് എ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവർ കുറേ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്, കുറേ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്, പിന്നെ അവരുടെ തുടർ കലോത്സവം കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, ചില ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവർ കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചിട്ടുണ്ട്. സോ എനിക്ക് ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയും എന്തുകൊണ്ട് അവരങ്ങനെയായി എന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ലൈക്ക് അന്ന് ഡിഗ്രിയിലൊരു ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാണുമ്പം ഒരു എന്താ പറയുക തുറച്ചു നോക്കാണ്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ നോക്കി ഇങ്ങനെ വിടുന്ന ഒരു കാറ്റഗറിയിലുള്ള കമ്മ്യൂണിറ്റി തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ആസ് എ കോമണർ എനിക്കൊരു ചെറിയ പ്രായം എന്നല്ല പറയുന്നത്, എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ ഐ കെയിം ടു നോ മോർ അബൌട്ട് ദിസ് കമ്മ്യൂണിറ്റി. ഞാൻ ബേസിക്കലി ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ, വളരെ ഫെയിമിലുള്ള ആൾക്കാരെ ആണെങ്കിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമെങ്കിൽ നമ്മളൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നോക്കുക അവരുടെ ലുക്ക്, ലിപ്സ്റ്റിക്ക്, ഡ്രസ്സ്, അവർ സ്റ്റൈൽ ചെയ്യുന്ന രീതിയാണ്. കാരണം ഒരു പുരുഷനിൽ നിന്നാണ് സ്ത്രീയായിട്ട് മാറുന്നത്. എന്നിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കൊണ്ടുപോകാമെന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി. രാവിലെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാ കിളികളും ഗങ്ങാന്ന് പറഞ്ഞ് വരുന്നുണ്ട്, സോറി. പറഞ്ഞതുപോലെ അവരുടെ ഡ്രസ്സ്, കമ്മല്, മാല, വള ഒക്കെയാണ് നോക്കുക. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ് വുമനാണ് ജാസി എന്ന് പറയുന്നത്. ഞാൻ അവരുടെ വീഡിയോ പണ്ട് തൊട്ടേ കാണുമായിരുന്നു. ഇവരുടെ കോൺട്രവേഴ്സീസ്, ഇവരുടെ റീൽസ്, പിന്നെ ഇവരുടെ പെർഫ്യൂമിൻ്റെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ട് ഇങ്ങനെ നോക്കി വരികയായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. ജാസി ആഷീൻ്റെ കുറേ ഇൻ്റർവ്യൂസ് കണ്ടു. അപ്പോൾ ആ ഇൻ്റർവ്യൂസ് കൂടെ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്ഡ് ആണ്. ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റയിൽ ഞാൻ പൊതുവേ ഫോളോയിങ് കുറവാണ്. യൂട്യൂബിൽ അവരുടെ വീഡിയോസ്, നോമ്പ് തുറ വീഡിയോസ്, പിന്നെ ഇന്നലെ ഇട്ട വീഡിയോസ് എന്തായിരുന്നു മിക്സി വാങ്ങാൻ പോകുന്നത്, അങ്ങനത്തെ എല്ലാ വീഡിയോസും ഞാൻ ഇരുന്ന് കാണലുണ്ട്. ഐ ലവ് ഹർ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, ആളുടെ ഹെയർ സ്റ്റൈൽ, ആളുടെ സ്കിൻ, ആളുടെ ലിപ്സ്റ്റിക്സ്, പിന്നെ ആളുടെ ഒരു പെരുമാറ്റം, ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പെരുമാറുന്ന ഒരു രീതി, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ജാസി. ആൻഡ് എൻ്റെ ആ ഒരു ഇഷ്ടത്തെ ടിക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഇഷ്ടം വാസ് റൈറ്റ് എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരുന്നു ദ വേ ഷീ റെസ്പോണ്ട് ടു ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്യൂ അല്ലെങ്കിൽ കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ കൊറ്റക്കുളങ്ങര ചമയ വിളക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി അമ്പലത്തിൽ പോയി വിളക്കെടുക്കുന്നൊരു പ്രോഗ്രാമാണ് ഈ ചൊറ്റക്കുളങ്ങര അമ്പലത്തിൽ. ഈ അമ്പലത്തിൽ ജാസി പോയി അവിടുത്തെ കുറച്ച് സാമൂഹിക വിരുദ്ധർ, ഇനി അമ്പല കമ്മിറ്റി ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആ ഏരിയത്തെ ചേട്ടന്മാരാണോ, ഇവരെല്ലാവരും കൂടെ വന്ന് ജാസിനെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ. വീഡിയോ കണ്ടതിൽ കൂടെ എനിക്ക് തോന്നുന്നത് അവിടെ പുരുഷന്മാർ മാത്രം സ്ത്രീവേഷം കെട്ടിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടും. അപ്പോൾ ജാസി ബേസിക്കലി ഈ അമ്പലത്തിൽ വന്നതൊന്ന് തൊഴാൻ വേണ്ടിയിട്ടാണ്. അമ്പലത്തിൽ എല്ലാവരും വിളക്കെടുക്കാനല്ല പോകുക. ഇപ്പോൾ തൊഴാൻ വേണ്ടി പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, ഒരു സമാധാനത്തിന് വേണ്ടി പോയിരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്, പലരും പല കാറ്റഗറിയിലുള്ള ആളാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിളക്കെടുക്കാൻ വരുന്നവർ മാത്രമേ വരാൻ പാടൂ എന്നാണ് നമ്മളുടെ ഈ ചേട്ടന്മാർ പറയുന്നത്.
രണ്ടാമത് ചേട്ടൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ തൊഴാൻ വേണമെങ്കിൽ വന്നോ, പക്ഷെ അധികം അണിഞ്ഞൊരുങ്ങി വരരുത്, സാധാരണ ഡ്രസ്സിൽ വരണം. എന്തൊക്കെയാ അമ്പലത്തിന്റെ ഉള്ളിൽ വരെ പ്രശ്നങ്ങളും കച്ചറിയും ഒച്ചപ്പാടും വഴക്കും. മനുഷ്യന്മാരൊരു സമാധാനത്തിനും സൂര്യത്തിനും വേണ്ടി പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലം എന്ന് പറയുന്നത്. ഒരു പീസ് ഓഫ് മൈൻഡാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഭഗവതിനെ തൊഴാൻ വേണ്ടി വന്നതാണ്, ഭഗവതിനെ തൊഴാൻ വേണ്ടി വന്നതാണ്. ഈ വീഡിയോൻ്റെ ഒരു 32ാമത്തെ സെക്കൻഡിൽ തൊട്ട് പറയുന്നുണ്ട് ഭഗവതിനെ തൊഴാൻ വേണ്ടി വന്നതാണ്. പക്ഷെ 2 മിനിറ്റ് വരെ ഇതിൻ്റെ പേരിലുള്ള വഴക്ക് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുരുഷനിൽ നിന്ന് സ്ത്രീവേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരെ അവിടെ വിളക്കെടുക്കാൻ സാധിക്കും. അപ്പം ഈ ജാസി എന്ന് പറയുന്നത് ഒരു സ്ത്രീയായിട്ട് കൺവേർട്ട് ചെയ്തു, മീൻസ് ട്രാൻസ് വുമൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആളിവിടെ വിളക്കെടുക്കരുത്, വിളക്കെടുക്കാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ വരരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജാസി ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ നന്നായി അണിഞ്ഞൊരുങ്ങി പോകുന്നാൽ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോകുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ട് തന്നെയാണ് പോകുക. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിൽ ധാവണിയൊക്കെ ഇട്ട് ഒരു മാലയൊക്കെ ഇട്ട് പോയിന്നേയുള്ളൂ. പക്ഷേ ഇത് കണ്ടപ്പോഴേക്ക് ചേട്ടന്മാർ വിചാരിച്ചു ഒരുങ്ങിക്കെട്ടി വരികയും ചെയ്തു, വിളക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഇറ്റ് വാസ് ഫൈൻ. അമ്പലത്തിലെ റൂൾസ് ആയിരിക്കാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഒരു തവണ ചോദിക്കാം. അത് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി 2-3 ആളും വന്ന് ഈ കലവിലുണ്ടാക്കാണ്ട് ഒരു തവണ ചോദിക്കുക. അപ്പോൾ ആൾ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ വുമണായി മാറിയിട്ടുണ്ട്, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല, ഞാൻ തൊഴാനാണ് വന്നത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒഴിവാക്കി വിടുക എന്ന് പറയുന്നത് ഒരു മാനേഴ്സാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും ചോദിച്ച് ഇങ്ങനെ ഇതാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. ഈവൻ ആ വീഡിയോയിൽ ആ സംസാരിക്കുന്നതിൽ ഒരാൾ പറയുന്നുണ്ട് ഐ നോ യു എന്നുള്ളത്, എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഐ ബിലീവ് ജാസി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആ സിറ്റുവേഷനെ അങ്ങ് വിട്ടത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു റിയാക്ഷനും ഒച്ചപ്പാടും വഴക്കും ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പറയില്ലേ, പാവായി നിൽക്കുന്ന ആൾക്കാരുടെ തലയിൽ കയറി തുള്ളാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കും, ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. ജാസീൻ്റെ ഒരു ഗതികേട് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി മേ ബി മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആൾക്കാരായിരിക്കും. ലാസ്റ്റ് തെളിവ് വരെ കാണിക്കുന്നുണ്ട്. ഒരു അമ്പലത്തിൽ പോയി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിന് തെളിവ് കാണിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വരെ ഇങ്ങനത്തെ ഓരോ സ്വഭാവം. ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് എല്ലാ മനുഷ്യന്മാരും. അവർക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൊടുത്തതാണ്. ആ ദൈവത്തിൻ്റെ മണ്ണിൽ വെച്ചിട്ട് ഓരോ മനുഷ്യന്മാരെടുത്തും ഇങ്ങനെ മോശമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ്. അങ്ങനെ ഒരുക്കി വന്ന് നിന്നൂടാ. എന്തുകൊണ്ട് നിന്നൂടാ? വിളക്കെടുക്കാണ്ട് നിന്നാൽ പോരെ, ചടങ്ങനുസരിച്ച് എടുക്കാണ്ട് നിന്നാൽ പോരെ. ഓരോരുത്തരുടെ വസ്ത്രദാനത്തിൽ കമൻറ്റ് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ്? എന്ത് തുണി ഇടണം, എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ഇങ്ങനെ ഒരുങ്ങി വന്നി നിന്നൂരാ. നാടിനാണ് ദോഷം. എന്ത് പറയാൻ ഈശ്വര, ഈ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നാടിന് ഇതിലും വലിയ ദോഷങ്ങളുണ്ടാവും. 2025 ചേട്ടാ. സോ ഒന്ന് ഈച്ച് അതർ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ദയവേത്. ഈ സദാചാരവും ഈ മേ ബി ഐ ബിലീവ് ഇതിൽ വേറെ പല റീസൺസ് ഉണ്ടാവും. ബിക്കോസ് ജാസി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. ഇനി അതുകൊണ്ടാണോ നമ്മൾ ഇനി ഇല്ലാത്ത പ്രശ്നങ്ങളിലോട്ട് നമ്മൾ പോകേണ്ട? എനിവേ ട്രൈ ടു റെസ്പെക്റ്റ്. അമ്പലം എന്ന് പറയുന്ന സ്പേസിൽ പോലും ഇങ്ങനത്തെ കുറച്ച് കൊണ്ടുവരില്ലേ. അമ്പലത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കാനാണ് വരുന്നത്. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് അമ്പലം ആവുന്നത്. അതിനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ 4 ആളുണ്ട് എന്ന് കരുതി അവരാണ് ഇതിൻ്റെ എല്ലാം ഓവറോൾ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ്. ഇപ്പോൾ ഇതൊരു വീടാണ്. ഈ വീട് ബേസിക്കലി ഇപ്പോൾ പപ്പ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെയാണ്. അപ്പം അച്ഛൻ, അമ്മ, ഏട്ടൻ, ഞാൻ, ഏടത്തിയമ്മ, അച്ഛമ്മ, അമ്മമ്മ മാത്രം ഇരുന്നിട്ടുണ്ട് ഇത് വീടാവില്ല. അവിടെ നമ്മളെ വല്യച്ഛനും കുഞ്ഞമ്മ എല്ലാവരും വരണം. അവർ വന്ന് ഇവിടെ ഇരുന്ന് സന്തോഷത്തോടു കൂടി സംസാരിച്ചൊക്കെ പോകുമ്പോഴാണ് ഇതൊരു വീടാവുന്നത്. അത്രയേ ഉള്ളൂ. മേ ബി അമ്പലത്തിൻ്റെ കമ്മ്യൂണിറ്റി ഓൾ ഇൻ ഓൾ ചാർജിലുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ അവിടെ ജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാലേ അതൊരു അമ്പലമായി മാറും. സോ കുറച്ചും കൂടെ മാനേഴ്സിൽ പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദറ്റ് വിൽ ബി വെരി ഗുഡ്.